ശ്രീ ജോർജ് ജോസഫ്, കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയിരുന്നു. ചുമതല ഏറ്റെടുത്ത് രണ്ടാമത്തെ ദിവസമാണ് വെടിവെപ്പ് നടക്കുന്നത്. അന്ന് കണ്ണൂർ SP ആയിരുന്ന K പത്മകുമാർ സംഭവ സ്ഥലത്തേക്ക് പോകാതെ ജൂനിയർ ഉദ്യോഗസ്ഥനായ റവാഡയെ സംഘർഷം നടക്കുന്ന കൂത്തുപറമ്പിലേക്ക് അയക്കുകയായിരുന്നു. ഇതാണ് റവാഡയ്ക്ക് വിനയായത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഒരു കറുത്ത അടയാളമായി അത് മാറി. ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോഴൊക്കെ റവാഡ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോയി. കാരണം അപ്രധാന തസ്തികയിൽ അദ്ദേഹം നിയമിക്കപ്പെടും എന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലൊരു പ്രധാന ചുമതല വഹിക്കുമ്പോഴാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിൽ തിരിച്ചെത്തുന്നത് എന്നതും ശ്രദ്ധേയം. കൂത്തുപറമ്പിൽ അന്നത്തെ സഹകരണ മന്ത്രി MV രാഘവനെ ശാരീരികമായി ആക്രമിക്കാൻ സംഘം ചേർന്ന DYFI പ്രവർത്തകർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്ന TT ആൻ്റണി ആയിരുന്നു. ആ ഉത്തരവ് ശിരസാ വഹിക്കുകയായിരുന്നു റവാഡ ചന്ദ്രശേഖർ. അല്ലാതെ റവാഡ സ്വന്തം താല്പര്യപ്രകാരം വെടിവെക്കുകയായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം നിയമ നടപടികൾക്ക് വിധേയനായി. കൊലയാളി പരിവേഷമായിരുന്നു CPM അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത്. റവാഡയുടെ സംസ്ഥാന പോലീസ് മേധാവി നിയമനം കാലത്തിൻ്റെ കാവ്യനീതിയിൽ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പേരിൽ CPM വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥൻ അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടതിൽ അത്ഭുതം തോന്നുന്നില്ലേ? എനിക്കങ്ങനെ അത്ഭുതം തോന്നുന്നില്ല. കാരണം രവിദാ ചന്ദ്രശേഖർ നല്ല കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ASP ആയിരുന്ന കാലഘട്ടത്തിലാണ് ആ വെടിവെപ്പ് ഉണ്ടായത്. അദ്ദേഹം അധികം ദിവസമൊന്നും കേരളത്തിലുമായിട്ട് വലിയ പരിചയമൊന്നും ആയില്ല. തലശ്ശേരി ASP ആയിട്ട് വന്ന അദ്ദേഹം അത് അന്നായാലും ഇന്നായാലും ശരി ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വെടിവെക്കേണ്ടി വരും. ഞാനൊക്കെ വെടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഒരാളെ കൊല്ലുമെന്ന് തോന്നി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയാണ് MV രാഘവൻ. കാരണം കല്ലേറ് തുടങ്ങി അത് ലാത്തി ചാർജ് ചെയ്ത് നിന്നില്ല, അദ്ദേഹത്തിനെ കൊല്ലാൻ തന്നെയായിരുന്നു നീക്കം. ആ ഒരു സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നേരമാണ് അവിടുത്തെ RDO ഉത്തരവ് പുറപ്പെടുവിച്ചത് ആൻ്റണി. അതോടൊപ്പം തന്നെ അക്കീം ബത്തേരി ഉണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വളരെ നല്ല കഴിവുള്ള സർവീസുള്ള അക്കീം ബത്തേരി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന്. കാരണം അക്കീം ബത്തേരിയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യും. അതിനകത്ത് അധികാരം നൽകിയിരിക്കുന്ന വെടിവെക്കാൻ അധികാരം ഉണ്ടെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ശരി, അതിൽ നിന്ന് അവർ, കാരണം പോലീസിന് വെടിവെക്കാൻ അധികാരം ഉണ്ടല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളുടെ ജീവൻ എടുക്കുമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ വെടിവെക്കും. അതിന് പ്രത്യേക ഉത്തരവൊന്നും വേണ്ട. അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന് സ്വയം ചെയ്യാവുന്ന കാര്യമാണ്. പബ്ലിക്കിന് സ്വയം ചെയ്യാമല്ലോ. ഒരാളെ കൊല്ലുന്നത് വേറെ 2 പേര് നോക്കിയിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മറ്റേ ആളെ കൊല്ലാം. അതിന് നമുക്ക് നിയമപരമായ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ന്യായീകരിക്കല്ല ഞാൻ പറയണത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ MV രാഘവനെ കൊല്ലാൻ തന്നെയായിരുന്നു ആ നീക്കം. അത്ര ശക്തമായ കല്ലേറും അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ 2 ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അവർക്കും ചില റോൾ ഉണ്ടായിരുന്നൊക്കെ അന്ന് പറയുന്നു. എന്തായാലും വെടിയുതിർത്തു. കാരണം അദ്ദേഹം കേരളത്തെപ്പറ്റി നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാലും ആ ഒരു സന്ദർഭത്തിൽ എത്ര പഠിച്ചാലും എന്ത് ചെയ്യാലും ശരി, സീനിയർ ഉദ്യോഗസ്ഥനോട് ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ അക്കീം ബത്തേരി ഉണ്ടായിരുന്നല്ലോ. അവരാരും വെടിവെക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് വെടിവെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിപ്പോൾ ഇടത് ഭരിച്ചാലും ശരി വലത് ഭരിച്ചാലും ശരി. രവത എന്തായാലും നല്ല കഴിവുള്ള ഒരു DGP ആണ്, ഒരു IPS ഓഫീസറാണ്. അന്ന് അദ്ദേഹം ഉണ്ടായ ശേഷം പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന് പല പോസ്റ്റിംഗ് കൊടുക്കാതെ വന്നു. പക്ഷേ അദ്ദേഹം ഇപ്പം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം സ്പെഷ്യൽ ഡയറക്ടറാണ്. അദ്ദേഹം IB-യുടെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒരു അഡീഷണൽ ചാർജ് കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ, IB-യിലും ഉണ്ട്, പ്രധാനമന്ത്രിയുടെ അഡീഷണൽ ചാർജ്, പ്രൊട്ടക്ഷൻ്റെ അഡീഷണൽ ചാർജ് 2 എണ്ണം ഉണ്ട്. ഇനി അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യാനിരുന്നത് സ്പെഷ്യൽ ക്യാബിനറ്റ് സെക്യൂരിറ്റിയുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ
അവരുടെ ജീവൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള അത്ര നല്ല ഉത്തരവാദിത്തം തിരിഞ്ഞ ഒരു ഓഫീസർ തന്നെയാണ് രേവത ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനെ കേരളത്തിൽ കിട്ടിയത് ഭാഗ്യമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വളരെ ബോൾഡായ ഒരു ഉദ്യോഗസ്ഥനാണ്. അന്ന് ചെറുപ്പത്തിൽ അദ്ദേഹം ബോൾഡ്നെസ് കാണിച്ചു. അതുതന്നെയല്ലേ, അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. കേരളത്തെപ്പറ്റി നന്നായിട്ട് അദ്ദേഹം ഇപ്പം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ അവിടുത്തെ ആ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ഒന്നും അദ്ദേഹത്തിന് ചാർജ് കൊടുക്കത്തില്ല. നല്ല ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഓഫീസർ തന്നെ രേവത ചന്ദ്രൻ. ഏതായാലും മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം കാര്യം എന്ത് പറഞ്ഞാലും അവിടെ വെടിവെച്ച് 5 DFIക്കാർ കൊല്ലപ്പെട്ടു. ഒരാൾ നമുക്കറിയാം 30 വർഷത്തോളം ബെഡ് റിഡനായിട്ട് കിടന്നിട്ടുണ്ട്, പുഷ്പൻ. അതിനുശേഷമാണ് 2024 നവംബറിൽ അദ്ദേഹം മരിക്കുന്നത്. 30 ഇയേഴ്സാണ് ആ കിടപ്പ് കിടന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ 5 പേരെ തീർച്ചയായിട്ടും പാർട്ടിക്കാരാണ്, DYFIക്കാരാണ്. അവരെ 5 പേരെ കൊലപ്പെടുത്തി. അന്ന് കൊല്ലേണ്ടി വന്ന് വെടിവെച്ച്. പക്ഷേ പി ജയരാജൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ അണികളായ കുട്ടികൾക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ആ അണികളുടെ ഒപ്പം നിൽക്കുന്നതിൽ നമുക്ക് അതിശയം പറയാനില്ല. അദ്ദേഹം അതേപ്പറ്റി കമൻറ്റൊക്കെ പറഞ്ഞത് നമ്മളെല്ലാം കണ്ടല്ലോ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനും തിരട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ 5 പേര് കാറിൽ 5 പേര് അദ്ദേഹത്തിനെ പിന്തുടർന്ന് പോയെന്നൊരു സംഭവമുണ്ട്. നല്ല പ്രൊട്ടക്ഷനോടുകൂടിയാണ് കേരള മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതും. അപ്പം ഇതുപോലുള്ളൊരു ഓഫീസർ കേരളത്തിന് വളരെ ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അദ്ദേഹം 1 വർഷത്തേനാണ് ഇനി അത് അടുത്ത വർഷം 2026 ജൂലൈയിൽ എങ്ങാണ്ട് റിട്ടയർ ചെയ്യും. 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. 2 വർഷത്തേന് അദ്ദേഹം കേരളത്തിലുണ്ടാവും. കാരണം അത് ഗവൺമെൻറ് എടുത്ത നല്ല ഒരു തീരുമാനം. 3 പേരുടെ ഓപ്ഷനിൽ ഗവൺമെൻറ്റിന് പറ്റിയ ഇൻറ്റഗ്രിറ്റിയുള്ള, രാജ്യത്തിനോട് ഇൻറ്റഗ്രിറ്റി കാണിക്കുന്ന നല്ല കഴിവുള്ള ഒരാളെ തന്നെയാണ്. കേരളത്തെപ്പറ്റി അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ പത്തനംതിട്ട SP ആയിട്ടൊക്കെ ഇരുന്നു, പാലക്കാടും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തെപ്പറ്റി അദ്ദേഹത്തിന് നല്ല, പക്ഷേ അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്തില്ല പിന്നെ ആരും. കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ASP ആയിട്ട് വന്നിരിക്കുന്നത്. അത് അന്ന് ഇദ്ദേഹത്തിനെതിരായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന MV രാഘവന് വളരെ ത്രട്ടുണ്ട്. കാരണം അവിടുന്ന് ഡിഫെക്റ്റ് ചെയ്ത് വന്ന ആളാണ്. അദ്ദേഹം സ്വന്തം ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു MV രാഘവൻ. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല ത്രട്ടുണ്ട്, കൊല്ലാനുള്ള തന്നെയാണ്. കാരണം എത്രയോ കൊലപാതകം നമ്മൾ കണ്ടിരിക്കുന്നു കണ്ണൂരിലെ. രാഷ്ട്രീയപരമായി എത്ര പേരെ BJPക്കാരെ കൊല്ലുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ കൊല്ലുന്നുണ്ട്, CPMകാരെ കൗണ്ടർ ഇങ്ങോട്ട് കൊല്ലുന്നുണ്ട്. അതൊക്കെ കണ്ണൂർ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ MK രാഘവനെ അവിടെ വെച്ച് കൊല്ലാനായിട്ട് പറഞ്ഞെന്ന് വെറുതെ പറയുന്നല്ല, കൃത്യമായിട്ട് അത് നടന്നേനെ. അതിനെന്തായാലും പോലീസ് രേവത ചന്ദ്രശേഖരും അന്നത്തെ അക്കീം ബത്തേരിയും എല്ലാം ആ ശ്രമം പരാജയപ്പെടുത്തി. 5 പേരെ അവിടെ കൊല്ലേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ന്യായീകരിക്കുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്താണ് പോലീസ് ഉദ്യോഗസ്ഥർ പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പൂന്തറ വെടിവെച്ചിട്ടുണ്ട്, അതുപോലെ പല സ്ഥലത്തും, അതുപോലെ വിഴിഞ്ഞത്ത് വെടിവെച്ചിട്ടുണ്ട്. അതിനൊക്കെ കൂട്ടി, കാരണം അങ്ങനത്തെ സാഹചര്യത്തിൽ വെടിവെച്ച് പോകും. നമ്മുടെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരാൾ കൃത്യമായിട്ട് വെടിവെച്ച് പോകും. കമ്മ്യൂണൽ റേറ്റ് ഉണ്ടായ സ്ഥലത്താണ് ഞങ്ങളൊക്കെ വെടിവെച്ചിരിക്കുന്നത്. ഇവിടെ ഒരാളെ കൊല്ലാനായിട്ട്, പ്രത്യേകിച്ചൊരു മന്ത്രി ആ പാർട്ടിയിൽ നിന്ന് ഡിഫെക്റ്റ് ചെയ്ത് പോയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും കൊല്ലുമെന്ന് തന്നെ ഞാൻ അന്നും ഇന്നും കരുതുന്നത്. അങ്ങനൊരു സാഹചര്യത്തിലാണ് രേവത ചന്ദ്രശേഖരൻ വെടിവെച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ.